ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ കുഞ്ഞുയാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാല്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാല്, ഞാനൊരു വീഡിയോ അത്രയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. അതായത് ഇപ്പൊ ഇക്കാന്റെ കടയ്ക്ക് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. അപ്പൊ അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരു കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാന് ഈ തമിഴ്നാട് എത്തിയാൽ ഈ തമിഴ്നാട്ടില് ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ ആ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയാക്കാറ്. അപ്പൊ നമ്മളാ ആ ഇതുണ്ടല്ലോ, വിൻഡ് പവർ ഉണ്ടല്ലോ, ആ വിൻഡ് പവറിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്നത്തെ വീഡിയോയിൽ ഫുഡ് അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു ശാന്തമായ യാത്ര. പുറമേ ഉള്ള വീഡിയോസ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ കൃഷി, റോഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. Sitting in the basement apartment I rented with you. ഈ ഉടുമലപ്പേട്ട ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് തെങ്ങും ഒക്കെയാണ് അല്ലേ. തെങ്ങാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. പിന്നെ കുറെ കമ്പനികളും ഉണ്ട് കേട്ടോ. കാര്യമായിട്ടുള്ളത് കമ്പനികൾ തന്നെയല്ലേ കാര്യമായിട്ടുള്ളത്. പിന്നെ തെങ്ങുണ്ട് കേട്ടോ. തെങ്ങുണ്ട്. ഈ സൈഡൊക്കെ കമ്പനികളാണ്. കമ്പനികൾ എന്ന് പറഞ്ഞാൽ എണ്ണന്റെ കമ്പനിയൊക്കെ ഉണ്ട് അല്ലേ. ഓയിലിന്റെ കമ്പനി, അതായത് ഇപ്പോ കോക്കനട്ട് ഓയില്, അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ, സൺഫ്ലവർ ഓയില്, ഇങ്ങനത്തെ ഇതിന്റെ ഒക്കെ കമ്പനികളാട്ടോ. എണ്ണന്റെ ഒക്കെ കമ്പനികൾ കാണാൻ പറ്റും. പിന്നെ തുണികളെ കമ്പനി ഉണ്ട്. എന്താ ലൂസേ? പിന്നെ തെങ്ങുംതോട്ടാട്ടോ. ഇവിടുത്തെ തെങ്ങുംതോട്ടത്തിന് നല്ല പ്രത്യേകത എന്താണെന്നറിയോ? നല്ല വൃത്തിയുണ്ട്. കണ്ടോ, വൃത്തിയുള്ള തെങ്ങുംതോട്ടങ്ങളാണ്. ഇതൊരു ചെറിയ കൃഷിത്തോട്ടം, ചീരകൃഷിയാണ് കേട്ടോ കാണുന്നത്. കാണുന്നത് ചീരകൃഷിയാണ്. ആ കാണുന്ന എന്തേക്കാ? കൈപ്പക്കയുടെ കൃഷി കേട്ടോ ഈ കാണുന്ന കൈപ്പക്ക. ഇവിടേക്ക് കൈപ്പക്ക എന്നാ പറയാ, ചിലര് പാവക്ക പറയും. അത് വേറെ. ഇതെന്താണ്? ചെരങ്ങയുടെ തോട്ടം. പിന്നെ ഇത് തെങ്ങും തോട്ടം. തെങ്ങിനെ കാര്യമായിട്ട് തെങ്ങും വാഴയൊക്കെ ഉണ്ട്. അവിടെ പിന്നെ വാഴ ഉണ്ട്. ആ, ക്യാമറ വെച്ചാൽ ശരിക്കും വീഡിയോ എടുക്കാം അല്ലേ. തൽക്കാലം ഇപ്പൊ നമ്മള് ചെറുമട്ടത്തിലല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ചെയ്യണം. ഞാനിത് ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന കേട്ടോ. ഒരു ചെറിയൊരു കനാലുണ്ട്. കണ്ടത് കനാലാണ്. ആ വെള്ളം ഉണ്ട് കേട്ടോ കനാലില്. വെള്ളം ഉണ്ടല്ലോ ലൂസേ. ഒരു ഈ കൃഷി ആവശ്യത്തിനൊക്കെ തുറന്നു കൊടുക്കുന്നതായിരിക്കും അല്ലേ. കണ്ട, ഞാൻ വീഡിയോ എടുക്കുകയാണോ ചെയ്യാ, അല്ലൂസിന്റെ താക്കാണോ ചെയ്യാ? മോനും ഓൻ്റെ ഒരു മിക്കി താരല്ലോ. മിക്കി അല്ല മിക്കി കുട്ടി. മിക്കി കുട്ടിയാ? അതിന്റെ പേരെന്താ? മിക്കി കുട്ടി. അതിന് മിക്കിക്ക് എന്താ പേരിട്ടെ? അതല്ല മിക്കി കുട്ടിന്റെ പേര് അല്ല ചുച്ചാപ്പി. ചുച്ചാപ്പി. ചുച്ചാപ്പിയോ? ആ പേര്.
അപ്പം നമ്മുടെ പെട്രോൾ കഴിഞ്ഞു. അപ്പം അപ്പൊ കുറച്ച് പെട്രോൾ വേണം. ഡീസൽ അല്ല, പെട്രോൾ. പെട്രോൾ നമ്മളങ്ങനെ പെട്രോൾ അടിക്കാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വിൻഡ് പവർ. ഇഷ്ടം പോലെ വിൻഡ് പവർ ഉണ്ട്. നമ്മൾ എന്താ പൊള്ളാച്ചി കഴിഞ്ഞാൽ ഉടുമലപ്പേട്ടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ വിൻഡ് പവർ കാണാൻ പറ്റും നമുക്ക്. അത് എന്താ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നവർക്ക് അതൊരു കൗതുകം തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന നിരന്ന സ്ഥലത്ത് ഒരു വലിയ മരം, എന്നിട്ട് അതിൻ്റെ ഒരു പങ്ക, അതൊക്കെ കാണുമ്പോൾ അതൊരു ആദ്യമൊക്കെ കാണുമ്പോൾ തന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. വിൻഡ് പവർ കണ്ട് ചിലതൊക്കെ കറങ്ങുന്നുണ്ട്, ചിലതൊന്നും കറങ്ങുന്നില്ല, എന്താണെന്നറിയില്ല. കാറ്റടിയിൽ അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഇപ്പൊ വർക്കിംഗ് ആണ്, ചിലതൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ല. ഇത് കാറ്റിനനുസരിച്ചാണല്ലേ ഇതിന്റെ വർക്കിംഗ് സിസ്റ്റം ഒക്കെ. കാര്യമില്ല, അപ്പൊ തെങ്ങും തോട്ടമായതുകൊണ്ട് ഫുള്ള് തെങ്ങാട്ടോ കൊണ്ട് തെങ്ങ്. ഈ മീൻ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. മീൻ, അതായത് ഇങ്ങനെ അക്വേറിയം മീനുകളുണ്ടല്ലോ, അത് ഉള്ളൊരു ഹിൽസ് ഉണ്ട്. ഇത് ചെറിയ ടൗണാന്ന് തോന്നിട്ട്. ഇതൊരു അമ്പലല്ലേക്ക? അമ്പലാണോ? അല്ല, ഒരു സ്കൂളാട്ടോ. ആ സ്കൂളിന്റെ മുകളിലുണ്ട് ഒരു അമ്പലം. അടുത്ത് ഒരു ചെറിയ ടൗണാ ഇവിടുത്തെ അല്ലേ? ഹിൽസ് പോലെ അങ്ങനെ എല്ലാവരും പാറക്കെട്ട് ഹിൽസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഇവിടുത്തെ ചെറിയൊരു ടൗൺ. അല്ലൂസിന്റെ പ്രശ്നം എന്താ അറിയോ? കണ്ടോ, അല്ലൂസിന് ഒന്നാമത് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. അത് മിക്കി മൗസ് ഉണ്ട്, പിന്നെ ഈ കട ഗുളികപ്പെട്ടി കേട്ടോ. അത് ഇതാണ് അവസ്ഥ. കാണുമ്പോ ഇവിടെയൊക്കെ തെങ്ങും തോട്ടാണ്. കണ്ടോ, ഈ കാണുന്നതൊക്കെ തെങ്ങും തോട്ടാണ്. നമ്മുടെ ഹാൻഡ്ലൂം സാരീസ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വീടുകളാട്ടോ. വീട്ടിലെ കൈത്തറി പോലെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അവിടെയൊക്കെ ചീപ്പായിട്ട് കിട്ടുക. ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് കിട്ടും അല്ലേ സാരീസ്? കടകളൊക്കെ അങ്ങനെ കേട്ടോ. എല്ലാം ചെറിയ ചെറിയ കടകളാണ്, ഫാൻസി. പെട്രോളിന് എന്താ റേറ്റ്? പെട്രോളിന് എല്ലായിടത്തും ഒരുപോലെ അല്ല. 108 കണ്ട, 108 കേട്ടോ പെട്രോളിന്റെ റേറ്റ് ഇവിടെ കണ്ട.
കാണുന്നില്ല അല്ലേ? കാണുന്നില്ല. കണ്ടോ? നോക്കിയിട്ട് എത്രക്കാ? എത്ര? 700 പെട്രോൾ പെട്രോളിന്റെ റേറ്റ്. ഇതാണ് പെട്രോൾ പമ്പ്. അവർ ചിരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചിരിക്കാട്ടോ. കണ്ടില്ലേ എന്താല്ലേ ഒരു പെട്രോൾ. കണ്ടില്ലേ 150 അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു. ബൈ ബൈ, സീ യു. കഴിഞ്ഞോ? ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, അപ്പൊ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ. ഓക്കെ, അസ്സലാമു അലൈക്കും.